ഗോൾഡിന്റെ മുന്നേറ്റം ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഡോളർ റുപ്പി ഒരു പാരിറ്റി ഒരു വലിയ ഘടകമാണ്. അപ്പോ ഇന്നത്തെ സെഷന്റെ ബിഗിനിങ്ങിൽ ഒരു 95.15 വരെ ഉയർന്നിട്ട് ഇപ്പൊ ഒരു 93.07 വരെ ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചേഞ്ച് ഇൻ റേറ്റ് കൊണ്ട് ഗോൾഡിന്റെ വില കൂടാൻ ഒരു കാരണമാണ്. രണ്ടാമതായിട്ട് ഇപ്പോ നമ്മളിപ്പോ ഒരു സീസൺ, ഇപ്പൊ ഒരു ഫെസ്റ്റീവ് സീസണൊക്കെ വരാൻ പോവാണ്. ഇപ്പൊ വിഷു തമിഴ്നാട്ടില്, മറ്റേ അതുപോലെ ഇവിടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ, ആസാമില്, അങ്ങനെ പല സ്റ്റേറ്റുകളിലും ഇപ്പൊ ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് ഗോൾഡ് വാങ്ങിക്കാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതുകൂടാതെ വരികയാണ്. അതെ, ഏപ്രിൽ 19-ാം തീയതിയാണ് അക്ഷയ തൃതീയ. അതെ. അപ്പൊ അതുകൊണ്ട് ആൾക്കാര് സ്റ്റോഴ്സ് അവരെല്ലാവരും ഗോൾഡ് വാങ്ങിച്ച് ഒരു സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം, അതൊരു റീസൺ ആണ് ഗോൾഡിന്റെ പ്രൈസ് മേലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതാണ് മെയിൻ ആയിട്ട് കാണുന്നത്. പിന്നെ ചെറിയൊരു ഡോളറിന്റെ ഒരു ചെറിയൊരു ഡ്രോപ്പ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഒരു 0.1% ഒരു ഡോളറിന്റെ വില താന്നു കഴിഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസ് ഒരു 0.5 to 1% വരെ ഇൻക്രീസ് ചെയ്യാണ് സാധാരണ പതിവ്. അത് യൂണിവേഴ്സലി പ്രൊപ്പോർഷണൽ ആണല്ലോ. അപ്പോൾ ഗോൾഡിന്റെ വില ഡോളറിന്റെ ചെറിയൊരു വേരിയേഷൻ വരുമ്പോഴേക്കും ഗോൾഡ് മേലോട്ട് കയറും. ഇതാണ് ഇന്റർനാഷണലി ഒരു സാധ്യത. അതുകൂടാതെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ടാണ് വില മേലോട്ട് പോയിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യക്കാരെ സംബന്ധിച്ച് സ്വർണം കേവലം ഒരു നിക്ഷേപം മാത്രമല്ലല്ലോ. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായിട്ട് തന്നെ സ്വർണം സ്വരൂപിക്കുക എന്ന് പറയുന്നത് ഒരു ട്രെൻഡിനനുസരിച്ച് തന്നെ ഓരോ മോഡലുകൾ വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെ കുറേയധികം വ്യത്യസ്തമായ ആഭരണ പ്രേമികളെയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ഈ വില കൂടുന്നതനുസരിച്ച് ഇന്ന് സ്വർണത്തിനുള്ള ഡിമാൻഡ് കൂടുന്നതായിട്ടാണോ കുറയുന്നതായിട്ടാണോ നമുക്ക് നിരീക്ഷിക്കേണ്ടത്? അല്ല, വില കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നുണ്ട്. പക്ഷെ അതേസമയം മിക്ക മോസ്റ്റ്ലി അത് ഒരു എക്സ്ചേഞ്ച് പറഞ്ഞ പോലെ, താങ്കൾ പറഞ്ഞ പോലെ അത് മറ്റേ പഴയ ഗോൾഡ് കൊടുത്ത് പുതിയത് വാങ്ങി പുതിയ പാറ്റേണും ഡിസൈൻസും ഒക്കെ എടുക്കാനുള്ളതാണ് കൂടുതൽ കാണുന്നത്. എന്നിരുന്നാലും ഈ ഫെസ്റ്റീവ് സീസൺ ആകുമ്പോൾ പുതിയ ഗോൾഡ് വാങ്ങിക്കുക, പുതിയ സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടും ആൾക്കാർ പുതിയതായിട്ട് ഗോൾഡ് വാങ്ങിക്കുന്നതുകൊണ്ടും അങ്ങനെ ഷോപ്പ് കീപ്പേഴ്സ് അത് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് പെട്ടെന്ന് വില മേപ്പോട്ട് കയറി വരുന്നത്. ഈ അന്താരാഷ്ട്ര സാമ്പത്തിക സാഹചര്യങ്ങൾ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഈ വാർ നിൽക്കുന്നു. പിന്നെ അമേരിക്ക ഒരു ഡോളറിനെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പം ആൾക്കാർ അധികം ഡോളറിലെ വിശ്വാസം കുറഞ്ഞ് ഡോളറിൽ നിന്ന് സേഫ് ഹാവൻ എന്നുള്ള നിലയ്ക്ക് ഗോൾഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോളർ അൺലോഡ് ചെയ്തിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യുക, അത് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇടുമ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചൈനയുടെ കേസ് എടുത്ത് കഴിഞ്ഞാൽ ചൈന കഴിഞ്ഞ ഒരു 17 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ മറ്റുള്ള പല രാജ്യങ്ങളും ഗോൾഡ് വാങ്ങുന്നുണ്ട്. ചില രാജ്യങ്ങൾ അതിനിടയ്ക്ക് ഗോൾഡ് ഈ പീക്കിലെത്തുമ്പോൾ അവർ വിറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പിന്നീട് വാങ്ങാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് കൂടുതൽ വാങ്ങിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളെ പോലെ ഇന്ത്യയും ചൈനയും മറ്റുള്ള രാജ്യങ്ങളൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പം നമുക്ക് നിലവിൽ നമുക്കറിയാം ഈ പെട്രോൾ ഡീസൽ വിലകളിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകുമ്പോഴും ഈ സ്വർണത്തിന്റെ വില കുറയുന്നതും വില കൂടുന്നതുമായ ട്രെൻഡുകളൊക്കെ നമ്മളിപ്പോൾ സാമ്പത്തിക രംഗത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ഇത് ഇന്ത്യയിൽ എത്രത്തോളമാണ് അലയൊഴികൾ സൃഷ്ടിക്കുന്നത്? കാരണം ഈ സ്വർണം എന്നത് ഇപ്പോൾ നമ്മൾ ഈ വാർത്തകൾ പോലും കൊടുക്കുമ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ സ്വർണത്തിന് ഇത്ര പ്രാധാന്യമുണ്ടോ എന്ന്. പക്ഷേ വലിയൊരു പ്രാധാന്യം തന്നെ ഇന്ന് സ്വർണത്തിനില്ലേ. കാരണം ഈ വില കുറവ്, നമ്മൾ ഈ സ്വർണം വാങ്ങുന്നതിനപ്പുറം രാജ്യാന്തരത്തിൽ തന്നെ വലിയൊരു ഡിമാൻഡ് വർദ്ധിക്കുന്നത് നമ്മുടെ രാജ്യസുരക്ഷയും എല്ലാമായി ബന്ധപ്പെടുത്തി കോർത്തിണക്കുമ്പോൾ സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടുകയല്ലേ? തീർച്ചയായിട്ടും ആണ്. ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോവറിൻ പർച്ചേസ്, രാജ്യങ്ങൾ ഗോൾഡ് വാങ്ങിക്കുന്നു, ഇൻഡിവിജ്വൽസ് അതുപോലെ ഗോൾഡ് ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഗോൾഡ് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഗോൾഡിന്റെ ഇന്ത്യയിൽ ഇപ്പൊ ഓയിലിന്റെ പ്രൈസ് ഒക്കെ ഒരു റെഗുലേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ തൽക്കാലം. ആ ലോസ് വരുന്നത് ഗവൺമെന്റ് അബ്സോർബ് ചെയ്തിട്ട് ഗവൺമെന്റ് കൺസ്യൂമർക്ക് വില കൂട്ടാണ്ട് ഓയിൽ കമ്പനികൾക്ക് ആ എക്സൈസ് ഡ്യൂട്ടി കട്ട് ചെയ്ത് പാസ് ഓൺ ചെയ്തുകൊണ്ട്, അപ്പൊ ഓയിൽ കമ്പനികളുടെ ലാഭത്തിനെ ബാധിക്കാതെയും ജനങ്ങളെ ബാധിക്കാതെയും എന്ന നിലയ്ക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ വാറുകൾ തുടർന്ന് പോവുകയാണെങ്കിൽ അത് ഫൈനലായിട്ട് പാസ് ഓൺ ചെയ്യേണ്ടി വരും. ഓൾറെഡി തന്നെ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവല്, അതുപോലെ ഹൈ സ്പീഡ് ഡീസൽ, അതിനൊക്കെ വില ഓൾറെഡി കൂട്ടി കഴിഞ്ഞു. അപ്പൊ ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി അത് ആൾക്കാരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സ്പെഷ്യലി ഇപ്പൊ ഇലക്ഷൻസ് എല്ലാ സ്റ്റേറ്റുകളിലും കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗവൺമെന്റ് അതിനെ ഒന്ന് റീതിങ്ക് ചെയ്ത് വില കൂട്ടാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ഇന്ന് ഈ ചാഞ്ചാട്ടം, അതായത് മാർച്ചിൽ കണ്ട ഒരു സ്വർണ്ണവിലയല്ല ഏപ്രിൽ മാസത്തിൽ ഉണ്ടായിരുന്നത്. അതിന് മുമ്പുള്ള മാസങ്ങളിലൊക്കെ ഞെട്ടിച്ച സ്വർണ്ണവിലയാണ് പിന്നീട് വലിയൊരു ചാഞ്ചാട്ടത്തിന് വിധേയമായത്. പക്ഷേ ഇപ്പോഴുള്ള ഒരു ഇടിവ് നിക്ഷേപകരെ ശരിക്കും പറഞ്ഞാൽ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും പണപ്പെരുപ്പ് അപകട സാധ്യതകളും സാധാരണയായി വിലകളെ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത്? ഈ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഈ അപ്സ് ആൻഡ് ഡൗൺസ് കണ്ട് അധികം വറി ചെയ്യേണ്ട, അത് അവർ കണ്ടിന്യൂ ചെയ്താൽ മതി. എന്താ വെച്ചാൽ 2026-27 ഒക്കെ ആകുമ്പോഴേക്കും ഗോൾഡിന് ഒരു അപ്ടിക്ക് തന്നെയാണ് കാണുന്നത്. ഗോൾഡ് ഈ ഫ്ലക്ച്വേഷൻസ് കാണുന്നത് ഡോളറിന്റെ വേരിയേഷൻ വരുന്നതുകൊണ്ടുണ്ട്, വാർഡറിന്റെ വരുന്നത്,
അപ്പൊ അതുകൊണ്ട് ഓയിലിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഓയിൽ അവൈലബിലിറ്റി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൺട്രീസ് ഒക്കെ സ്വിച്ച് ഓൺ ചെയ്യുന്നത് മറ്റേ ഡോളറിന് ഗോൾഡിന് സ്വിച്ച് ഓൺ ചെയ്തിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു സ്റ്റഡി ആവുന്നത് വരെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരിക്കും. എന്നാലും ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് 26-27 ഒക്കെ ആകുമ്പോൾ മേലോട്ട് പോകാനാണ് സാധ്യത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.